ടു സൈലന്റ് ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം പ്രിറ്റി മിസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇതാ നമ്മുടെ SSLC ബയോളജിന്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എല്ലാവരും വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണെന്ന് മിസ്സിന് അറിയാം. അതുകൊണ്ടാണ് മിസ് വേഗം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഫസ്റ്റ് ചാപ്റ്റർ സെൻസേഷൻ ആൻഡ് റെസ്പോൺസ് അല്ലെങ്കിൽ അറിയാനും പ്രതികരിക്കാനും എന്ന ഈ പാഠഭാഗത്ത് ഓരോ കോൺസെപ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താ വെച്ചാൽ നമ്മുടെ പബ്ലിക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റും ടോപ്പിക്കും, അതായത് 4 മാർക്സ് 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതലായിട്ട് വരുന്നതുകൊണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു ഭാഗവും മിസ്സാക്കാനില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. അത് മാത്രമല്ല ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് തന്നെ പോകാം. ഓക്കെ, അപ്പം ഈ നമ്മുടെ 2.0 ബാച്ചിലെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അടിപൊളിയായിട്ട് പോവുകയാണ് അസ്ത്ര ബാച്ചിൽ. അപ്പോൾ ഇനിയും കുട്ടികൾ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതിൻ്റെ മൊബൈൽ നമ്പറും കോൺടാക്റ്റും ഫീസ് സ്ട്രക്ചറും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനിയും കുറച്ച് പേർക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്ത് വിളിച്ച് നോക്കി എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പാക്കുക. കാരണം ഡീറ്റെയിൽ ക്ലാസ്സസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊരു ഫുൾ A+ ലെവലിലേക്ക് നമ്മളെ എത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഹോപ്പ് യു സീ യു സൂൺ. ആൻഡ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സിനാപ്സ് എന്താണെന്നാണ്. പലർക്കും ഡൗട്ട് വരുന്ന ഒരു ഭാഗമാണ് സിനാപ്സ്. ഇനി പഠിച്ച് കുറേ കഴിഞ്ഞ് നോക്കുമ്പോഴും ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ വീണ്ടും ഇത് തന്നെയായിരുന്നു ഈ സാധനം എന്ന് ആലോചിക്കുന്നവരാണ്. അപ്പം ആ ഒരു സിനാപ്സ് എന്ന് പറയുന്നത് അത്രയും ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പോകണം, അല്ലെങ്കിൽ കുറേ കൺഫ്യൂഷൻസ് വരാം. അപ്പം മിസ് ഇവിടെ ഒരു ചിത്രം വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ? അതിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ വരച്ചിരിക്കുന്നത് നമ്മുടെ സിനാപ്റ്റിക് നോബിൻ്റെ ഏറ്റവും അറ്റത്തെ ഭാഗമാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് ഡെൻഡ്രൈറ്റ് ആണ്. ഓക്കെ, അതായത് മിസ് ഇപ്പം നോർമലായിട്ട് നമ്മളിപ്പോൾ ഒരു ന്യൂറോൺ വരയ്ക്കുകയാണെന്ന് വിചാരിച്ചോ. ഇതാ ഇങ്ങനെ ഒരു ന്യൂറോൺ വരയ്ക്കുമ്പോൾ ഇത് ആക്സോൺ ഇവിടെ ചേരുന്നു, പിന്നെ ഇവിടുന്ന് ബ്രാഞ്ച് ഔട്ട് ആവുന്നു, സിനാപ്റ്റിക് നോബ് ഇങ്ങനെ ബ്രാഞ്ച് ആവുന്നു അല്ലേ? അപ്പം ഇങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ ഈ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നതിൻ്റെ എഡ്ജ് ഇങ്ങനെയല്ലേ വരിക? യെസ്, ആ ഒരു എഡ്ജിനെയാണ് നമ്മളിവിടെ കുറച്ച് എൻലാർജ് ആക്കിയിട്ട് വരച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇത് സിനാപ്റ്റിക് നോബ്. അതേസമയം ഇവിടെ എന്താണ്, തൊട്ടടുത്തുള്ള ഡെൻഡ്രൈറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അതായത് നമുക്കറിയാം ഇവിടെ എന്തുണ്ട്, ഈ ഡെൻഡ്രൈറ്റ് ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ടുണ്ട് അല്ലേ? ആ ബ്രാഞ്ചസിൻ്റെ തുടക്കവും ഇതേപോലെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒന്ന് എൻലാർജ് ചെയ്ത് കാണിക്കുകയാണ് ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അതായത് മക്കളെ നമുക്കറിയാം ഇവിടെ ന്യൂറോൺ ഉണ്ട്, തൊട്ടടുത്ത് ഇവിടെയും അടുത്ത ഒരു ന്യൂറോൺ കിടപ്പുണ്ടെങ്കിൽ ഈ ഗ്യാപ്പിലൂടെ ഇലക്ട്രിക് സിഗ്നലിന് പാസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമുക്കറിയാം നെർവ്സിലൂടെ അല്ലെങ്കിൽ നമ്മുടെ നെർവ് സിസ്റ്റത്തിലൂടെ മെസ്സേജസ് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ്. അപ്പോൾ ആ ഇലക്ട്രിക്കൽ എനർജി ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോയിട്ടാണ് നമ്മുടെ ബ്രെയിനിലേക്ക് സ്പൈനൽ കോഡിലേക്ക് മെസ്സേജസ് എത്തുന്നതും അത് തിരിച്ച് ബാക്കിയുള്ള ബോഡി പാർട്സിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലേ? ഈ ഒരു ഗ്യാപ്പിനെ അല്ലെങ്കിൽ ഈ ഒരു ഏരിയനെ നമ്മൾ സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്നാ പറയാം. എന്താണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് അല്ലെങ്കിൽ സിനാപ്റ്റിക് വിടവ് എന്ന് പറയും. ഓക്കെ, ആൻഡ് ഈ സിനാപ്സ് എന്ന് പറഞ്ഞത് ഇത് സിനാപ്റ്റിക് ക്ലഫ്റ്റ് ആണ്, ആ ഗ്യാപ്പിലുള്ള ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇടയിലുള്ള ആ ഒരു വിടവ് എന്ന് പറയുന്നത്. അതേസമയം സിനാപ്റ്റിക് നോബും ഡെൻഡ്രൈറ്റും തമ്മിലുള്ള ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ, ആ ജംഗ്ഷനെ നമ്മൾ പറയുന്നതാണ് സിനാപ്സ് എന്ന്. മനസ്സിലായോ? ഒരു സിനാപ്റ്റിക് നോബും തൊട്ടടുത്തുള്ള ഡെൻഡ്രൈറ്റിൻ്റെയും ആ ഒരു എൻഡിങ്ങിൽ അവർ ജോയിൻ ചെയ്യുന്ന ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിനാപ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? സോ സിനാപ്സ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് എന്ന് നമുക്ക് പറയാം. കാരണം ഇതെന്താ, ഇതൊരു ന്യൂറോണാണ്, ഇതും ഒരു ന്യൂറോണാണ്. അപ്പോൾ ഈ ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബും മറ്റൊരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റും തമ്മിലുള്ള ജംഗ്ഷനെ നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നു. ഇത് ഒരു കണ്ടീഷനാണ് മിസ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, നമുക്ക് വീണ്ടും കുറച്ച് സിനാപ്സുകൾ പഠിക്കാനുണ്ട്. അത് വരുന്നതിന് മുന്നേ എന്തിനാണ് ഇവിടെ സിനാപ്സ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ സിനാപ്സ് എന്നൊക്കെ പ്രത്യേകം പറയാനുള്ള കാരണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു സിനാപ്റ്റിക് നോബ് റിലീസ് ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസ്. ആ കെമിക്കൽ സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്, ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ കഴിയും ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ നാഡീയ പ്രേഷകം അല്ലേ?
ആ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശ ചിത്രം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഫംഗ്ഷനായിട്ട് കാണുന്നുണ്ട്. സിനാപ്റ്റിക് നോബ് സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ. സിനാപ്റ്റിക് നോബ് നാഡീയ പ്രേഷകം സ്രവിക്കുന്നു എന്ന്. എന്തിനാണ് ഈ നാഡീയ പ്രേഷകം? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഈ സിനാപ്സിൽ നിന്ന് മിസ് നേരത്തെ പറഞ്ഞു ഒരു ഇലക്ട്രിക് സിഗ്നൽ ആയിട്ടാണ് ഇത് പോകുന്നത്. പക്ഷേ ഈ ഗ്യാപ്പിലെത്തുമ്പം ആ സിനാപ്സിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇലക്ട്രിക് സിഗ്നലായിട്ട് അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതിന് കാരണം ഒരു കണ്ടക്ടർ വേണമല്ലോ. അപ്പം അത് പറ്റാത്തത് കൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു, ഈ ഇലക്ട്രിക്കൽ എനർജീനെ ഒരു കെമിക്കൽ എനർജി ആക്കി മാറ്റിയിട്ട് ഡെൻഡ്രൈറ്റിലേക്ക് കൊടുക്കുന്നു. ഡെൻഡ്രൈറ്റ് എത്തുമ്പം അത് വീണ്ടും ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അപ്പോൾ സിനാപ്റ്റിക് നോബ് റിലീസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ആ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം സിനാപ്റ്റിക് നോബിൻ്റെ അറ്റത്തേക്ക് ഈ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് വരുന്നത് കെമിക്കൽസ് റിലീസ് ചെയ്യുന്നുണ്ട്. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്തുകൊണ്ട് ഇതാ ഈ ബ്ലൂ കളറിൽ നിങ്ങൾ കാണുന്ന ഒരു കെമിക്കൽസ് ആയിട്ട് അത് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് അത് പോയിട്ട് ഈ ഡെൻഡ്രൈറ്റിനോട് അബ്സോർബ് ചെയ്യുന്നു. ഡെൻഡ്രൈറ്റ് എന്നിട്ട് അതിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് റിസീവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു ന്യൂറോണിൽ നിന്ന് തൊട്ടടുത്ത ന്യൂറോണിലേക്ക് ഈ ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ബൈ സെക്രീറ്റിംഗ് ന്യൂറോ ട്രാൻസ്മിറ്റർ. നാഡീയ പ്രേഷകം സ്രവിക്കുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സിനാപ്സിലൂടെ ഈ ഒരു ഇലക്ട്രിക് സിഗ്നലിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ന്യൂറോ ട്രാൻസ്മിറ്ററിന് 2 ഉദാഹരണം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ഡോപ്പമിൻ, രണ്ടാമത്തേത് അസറ്റൈൽ കൊളൈൻ. ഡോപ്പമിനും അസറ്റൈൽ കൊളൈനുമാണ് നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണം. ഡോപ്പമിൻ, അസറ്റൈൽ കൊളൈൻ. ഓക്കെ, ഈ 2 ഉദാഹരണങ്ങളും പഠിച്ചു വെക്കുക. ഇലക്ട്രിക് സിഗ്നൽ ഒരു കെമിക്കൽ രാസോർജമായി മാറിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് പോകുന്നത്. ആ പോകുന്നത് എങ്ങനെയാണ്, ഈ ഒരു നാഡീയ പ്രേഷകം സ്രവിക്കുന്നതിലൂടെയാണ്. നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞ ഡോപ്പമിനും അസറ്റൈൽ കൊളൈനും. ക്ലിയർ അല്ലേ? സിനാപ്സിന് എന്താണ് സംഭവിക്കുന്നതെന്നും അതിൻ്റെ ഘടന എന്താണെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നാഡീയ പ്രേഷകം എന്താണെന്നും അതിൻ്റെ ഉദാഹരണങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സിനാപ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ല, അത് ന്യൂറോൺ ടു ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം ടു നാഡീകോശം എന്ന് മാത്രമല്ല, വേറെയും തരത്തിലുള്ള സിനാപ്സുകളുണ്ട്. ഓക്കെ, അതിലേക്ക് നമുക്ക് കടക്കാം. മിസ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു ഡെൻഡ്രൈറ്റിൽ നിന്ന് അടുത്ത, അതായത് ഒരു സിനാപ്റ്റിക് നോബിൽ നിന്ന് അടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് പോകുമ്പോൾ അത് 2 ന്യൂറോൺ തമ്മിലുള്ള കൈമാറ്റമാണ് അല്ലേ. ഇതേ സമയം നമ്മളൊരു ചൂട് പാത്രത്തിൽ തൊട്ട് പെട്ടെന്ന് അറിയാണ്ട് കൈ വലിക്കുന്ന സമയത്ത് നമ്മുടെ മസിൽസ് അനങ്ങിയാൽ മാത്രമേ കൈ വലിക്കാൻ പറ്റുള്ളൂ. അപ്പം ന്യൂറോണിൽ നിന്ന് നമ്മൾ കൈ പൊള്ളി ആ മെസ്സേജ് നമ്മുടെ ബ്രെയിനിലേക്ക് പോയി, എന്നിട്ട് തിരിച്ച് കൈ വലിക്കാനുള്ള മെസ്സേജ് കൊടുക്കുമ്പോൾ കയ്യിൽ നിന്ന് നാഡീ ഞരമ്പുകൾ വഴി മസിൽസിലേക്ക് അവിടെ ന്യൂറോൺസിന് സന്ദേശങ്ങൾ കൊടുക്കണം. അപ്പം അവിടെയും ഈ ന്യൂറോണും മസിലും തമ്മിൽ എന്ത് ചെയ്യണം, കോണ്ടാക്റ്റ് വേണ്ടേ. അപ്പം ഇവിടെയും ഈ പറയുന്ന സിനാപ്റ്റിക് നോബിൽ നിന്ന് മസിൽ സെല്ലിലേക്കും എന്ത് ചെയ്യണം, കെമിക്കൽസ് റിലീസ് ചെയ്യണം, ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യണം. അപ്പം അവിടെയും ഒരു സിനാപ്സ് ഉണ്ട്. ഇതാണ് ന്യൂറോൺ ടു മസിൽ സെൽ എന്ന് പറയുന്നത്. ന്യൂറോൺ ടു മസിൽ സെൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്ത്, നാഡീകോശം പേശീകോശം എന്ന് പറയാം. അപ്പോൾ ഒന്ന് നാഡീകോശം തമ്മിലാണ് ഒരു സിനാപ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് നാഡീകോശം പേശീകോശം അല്ലെങ്കിൽ ന്യൂറോൺ ടു മസിൽ സെല്ലാണ്. മൂന്നാമത്തേതാണ് ഇവിടെ കാണുന്നത് നാഡീകോശം ടു ഗ്രന്ഥികോശം. അതെങ്ങനെയാണ്, നമ്മളിപ്പോൾ പനിച്ചൊക്കെ കിടത്ത് നമ്മൾ ഗുളിക കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ വിയർക്കും അല്ലേ. ആ വിയർക്കുന്ന എങ്ങനെയാണ്, ഗ്രന്ഥികൾ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ്. അപ്പം നമുക്ക് പനിച്ചു, മരുന്ന് കഴിച്ചു, ആ മെസ്സേജ് എന്ത് ചെയ്തു, നമ്മുടെ ബോഡിയിലേക്ക് പോയി. അപ്പം നമ്മുടെ ബ്രെയിൻ പറയുന്നു ആ പനിയൊക്കെ പോകുന്നുണ്ട്, അപ്പം എന്ത് ചെയ്യാം, ആ ചൂട് നമുക്ക് കുറയ്ക്കാമെന്ന് ബോഡി പറയുന്നുണ്ട്. ചൂട് കുറയ്ക്കുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂളിംഗ് കൊടുക്കാൻ വേണ്ടി വിയർപ്പ് ഗ്രന്ഥികളിലേക്ക് മെസ്സേജ് കൊടുക്കുന്നു. അങ്ങനെ വിയർപ്പ് ഗ്രന്ഥികൾ എന്ത് ചെയ്തു, വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് നമ്മുടെ സ്വെറ്റ് ഗ്ലാൻസ് സ്വെറ്റിനെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ അവിടെയും കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. അപ്പോൾ അവിടുത്തെ ന്യൂറോണിൽ നിന്നും ഗ്ലാൻഡുലർ സെല്ലിലേക്ക് മെസ്സേജ് പോകണം. അപ്പം ഈ ഒരു ജംഗ്ഷനെയും നമ്മൾ എന്ത് പറയുന്നു, സിനാപ്സ് എന്ന് പറയുന്നു. അപ്പം 3 types of synapses are there. 3 തരത്തിലാണ് സിനാപ്സ് ഉള്ളത്. ന്യൂറോൺ ടു ന്യൂറോൺ ഉണ്ട്. ഒന്ന് ന്യൂറോൺ ടു ന്യൂറോൺ എന്ന് നമുക്ക് പറയാം, ന്യൂറോൺ ടു ന്യൂറോൺ, അല്ലെങ്കിൽ നാഡീകോശം എന്ന് പറയാം. രണ്ടാമത്തേത് ന്യൂറോൺ ടു മസിൽ സെൽ എന്ന് പറയാം. ന്യൂറോൺ ടു മസിൽ സെൽ, നാഡീകോശം പേശീകോശം എന്ന് പറയാം. മൂന്നാമത്തേതാണ് ന്യൂറോൺ ടു ഗ്ലാൻഡുലാർ സെൽ, നാഡീകോശം ഗ്രന്ഥികോശം.
ഇപ്പം ക്ലിയർ ആയോ? ഇതാണ് 3 തരത്തിലുള്ള സിനാപ്സുകൾ എന്ന് പറയുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഇതാ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് വരുന്നതാണ്. 4 മാർക്കിന് ഒരു തവണ ചോദിച്ചതാണ്. ഇതേപോലെ 3 മാർക്കിനും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗം തന്നെയാണ്. നോക്കിക്കേ, ഐഡന്റിഫൈ ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് റൈറ്റ് ദ ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ചിത്രീകരണം തിരിച്ചറിഞ്ഞ് ഇതിൻ്റെ ധർമ്മം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാൽ അറിയാലോ, ഈ തന്നിരിക്കുന്നത് ആരാണ്? നമ്മുടെ സിനാപ്സ് ആണ് അല്ലേ. തന്നിരിക്കുന്നത് ആരുടെ ചിത്രമാണ്? സിനാപ്സിൻ്റെ ചിത്രമാണ്. ഓക്കെ, അപ്പം നമുക്ക് എഴുതാം എന്ത്? സിനാപ്സ്. ഒരു മിനിറ്റ്. യെസ്, തന്നിരിക്കുന്നത് സിനാപ്സ് ആണ്. സിനാപ്സ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സിനാപ്സ് ആണ്. ചിത്രീകരണം തിരിച്ചറിഞ്ഞു. ഇതിൻ്റെ ധർമ്മം എന്താണ്? സിനാപ്സിൻ്റെ ധർമ്മം അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? ഇത് സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അല്ലേ. സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് നമുക്ക് പറയാം അല്ലേ. ഇറ്റ് എന്ത് ചെയ്യുന്നു? നാഡീയ പ്രേഷകം സ്രവിക്കുന്നു എന്ന് എഴുതാം. ഓക്കെ, അടുത്തത് നോക്കിക്കേ, എ ബി ആൻഡ് സി ആൻഡ് റൈറ്റ് ദെയർ ഫംഗ്ഷൻ. എയും ബിയും സിയും എഴുതണം, അതിൻ്റെ ഫംഗ്ഷൻസും എഴുതണം. എ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? സിനാപ്റ്റിക് നോബാണ്. എ എന്ന് പറഞ്ഞാൽ സിനാപ്റ്റിക് നോബ്. ഓക്കെ ആണല്ലോ. ഇനി ബി എന്ന് പറയുന്നത് നമുക്കറിയാം ഇതെന്താണ്? ഡെൻഡ്രൈറ്റ് ആണ്. ഓക്കെ, ഡെൻഡ്രൈറ്റ് ആണ്. ഇനി സി എന്ന് പറയുന്നതോ സിനാപ്റ്റിക് ക്ലഫ്റ്റ് ആണ്. സിനാപ്റ്റിക് വിടവ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം സിനാപ്റ്റിക് നോബിൽ നിന്ന് നാഡീപ്രേഷകം സ്രവിക്കുന്നു, അതാണ് അതിൻ്റെ ഫംഗ്ഷൻ. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നു ആ ഒരു ഇമേജ്, ആ ഒരു സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നു, ആ ഒരു ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. സിനാപ്റ്റിക് വിടവ്, സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുമ്പോൾ ദ ഏരിയ ഇൻ വിച്ച് ന്യൂറൽ ട്രാൻസ്മിറ്റർ ആർ റിസീവ്ഡ്, അല്ലെങ്കിൽ നാഡീപ്രേഷകം സ്രവിക്കപ്പെടുന്ന ആ ഒരു വിടവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി സിയിലേക്ക് സ്രവിക്കപ്പെടുന്ന രാസവസ്തുക്കൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? അവയ്ക്ക് 2 ഉദാഹരണങ്ങൾ എഴുതുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അത് ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡോപ്പമിനും അസറ്റൈൽ കൊളൈനും. മലയാളത്തിൽ നമ്മൾ എന്ത് പറയുന്നു? നാഡീയ പ്രേഷകം. ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് പറയാം? ഡോപ്പമിനും അസറ്റൈൽ കൊളൈൻ. പഠിച്ചില്ലേ? സിനാപ്സ് എന്താന്ന് പഠിച്ചല്ലോ. അപ്പം ഇതുപോലെയാണ് ക്വസ്റ്റ്യനിൽ മാർക്കിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പം ഈ ഭാഗങ്ങൾ വളരെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം, ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം കൂടിയാണ്. ചിത്രം പഠിക്കണം, അതിൻ്റെ ധർമ്മങ്ങളും പഠിക്കണം, ഓരോ ഭാഗത്തും അത് ചെയ്യുന്ന ഫംഗ്ഷൻസും പഠിച്ചാൽ സെറ്റായി. ഓക്കെ, അപ്പോൾ ഇതിൽ പോലത്തെ കൂടുതൽ വീഡിയോസ് ആയിട്ട് ബസ് വീണ്ടും വരും. നിങ്ങളുടെ ഫീഡ്ബാക്കും ക്ലാസ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ഡൗട്ട്സുകളുണ്ട് അതൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.